ഇറാനെ പിടിച്ചുകെട്ടാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ലക്ഷ്യമാക്കി തങ്ങളുടെ കപ്പൽപ്പടയെ അമേരിക്ക അയച്ചിരിക്കുകയുമാണ്. പരസ്പരം പോർവിളികളും അണിയറയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ചർച്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ മുൻകാലത്തേക്കാൾ ഭീകരമായ ആക്രമണമായിരിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രംപിന്റെ ഭീഷണികൾക്ക് മുൻപ് തന്നെ USS എബ്രഹാം ലിങ്കൺ എത്തിയാൽ കടലിൽ മുക്കുമെന്ന തരത്തിലായിരുന്നു ഇറാന്റെ ഭീഷണി വന്നത്. അതിനാൽ അർമാഡ ഉയർത്തിയുള്ള US ഭീഷണിയെ നേരിടാൻ ഇറാന്റെ മറുപണി എന്തായിരിക്കും എന്നതാണ് ഇപ്പോൾ പ്രധാന ചോദ്യം. അവിടെയാണ് യുദ്ധക്കപ്പലായ ഷാഹിദ് ബാഗേരിയുടെ എൻട്രി. ഹോർമുസ് കടലിടുക്കിന് സമീപം ഡ്രോൺ കാരിയർ യുദ്ധക്കപ്പലായ ഷാഹിദ് ബാഗേരി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഔദ്യോഗിക ചാനലായ പ്രസ് ടിവിയിൽ ഡ്രോൺ കാരിയർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. കപ്പലിലെ ആളില്ലാ യുദ്ധവിമാനങ്ങൾ രാജ്യത്തിനെതിരായ ഏത് ആക്രമണവും നേരിടാൻ സജ്ജമായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാന്റെ യുദ്ധരംഗത്തെ ഈ ഭീമനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഞാൻ അമ്മു. ഇറാന്റെ ആദ്യത്തെ നാവിക ഡ്രോൺ വാഹിനി കപ്പലാണ് ഷാഹിദ് ബാഗേരി. 2025 ഫെബ്രുവരി 6-നാണ് ഇത് കമ്മീഷൻ ചെയ്തത്. പ്രാരിൻ എന്ന പേരിലുള്ള 42,000 ടൺ കണ്ടെയ്നറുകൾ കപ്പലിനെ ഡ്രോൺ കാരിയറാക്കി മാറ്റുകയായിരുന്നു. 240 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ള കപ്പലിൽ 180 മീറ്റർ റൺവേ ഉണ്ട്. ഡ്രോണുകൾക്ക് പറന്നുയരാൻ വിമാനവാഹിനി കപ്പലുകളിലേതിന് സമാനമായ ജംപ് പ്ലാറ്റ്ഫോമും കപ്പലിലുണ്ട്. ഡ്രോണുകളും ഹെലികോപ്റ്ററുകളുമാണ് കപ്പലിൽ നിന്നും പ്രവർത്തിക്കുന്നത്. കപ്പലിന് 60 ഡ്രോണുകളും 30 മിസൈൽ വിക്ഷേപണ കപ്പലുകളും വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. മുന്നിലും പിന്നിലുമായി 17 കിലോമീറ്റർ റേഞ്ചിലുള്ള 8 കൗസർ മിസൈലുകൾ, ലോഞ്ചറുകൾ, ഖാദൻ നാസിർ പരമ്പരയിൽപ്പെട്ട ആന്റിഷിപ്പ് മിസൈലുകൾ എന്നിവയും ഈ ഡ്രോൺ കാരിയറിലുണ്ട്. 6.10 ലക്ഷം സജീവ സൈനികരാണ് ഇറാന്റെ ശേഷി. 3.50 ലക്ഷം റിസർവ് സൈനികർ ആവശ്യമുള്ള ഘട്ടത്തിൽ സജ്ജരാക്കിയിട്ടുമുണ്ട്. ഇറാന്റെ വ്യോമസേന പരിമിതമാണ്. എന്നാൽ മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇറാൻ വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഹ്രസ്വദൂര, മധ്യദൂര ബലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഇറാന്റെ ആയുധപ്പുരയിലുണ്ട്. മാർക്ക് 5-നേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഫത്താഹ് 2 ഇറാന്റെ പക്കലുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ പ്രധാന ശക്തിയും കരുത്തും അവരുടെ ഡ്രോണുകളും മിസൈലുകളും തന്നെയാണ്. ഏത് രാജ്യത്തിന്റെയും പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന ഡ്രോണുകളുടെ വിപുലമായ ശേഖരമാണ് ഇറാനുള്ളത്. വിമാനവാഹിനി കപ്പലുകൾ പോലുള്ളവയെ ലക്ഷ്യം വയ്ക്കാൻ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ഡ്രോണുകൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. മാത്രവുമല്ല, ഇറാന്റെ മിസൈലുകൾ കപ്പലുകളെ ലക്ഷ്യം വയ്ക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയുമാണ്. കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സഖ്യകക്ഷികളായ സായുധ ഗറില്ല സംഘങ്ങൾക്ക് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും നൽകുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും വളരെ കാലമായി പുറത്തു വന്നിട്ടുണ്ട്. ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകൾ തൊടുക്കുമ്പോൾ അവയിൽ ചിലതെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നതിൽ തർക്കമില്ല. വില കുറഞ്ഞ ഡ്രോണുകളെ ഉപയോഗിച്ചുള്ള ഇറാന്റെ ഈ തന്ത്രം ഫലപ്രദമാണെന്ന് തന്നെയാണ് ഡ്രോൺ നിർമ്മാണ കമ്പനിയായ ഡ്രാഗൺ ഫ്ലൈയുടെ CEO കാമറൂൺ ഷെല്ലും വ്യക്തമാക്കുന്നത്. അതേസമയം സ്റ്റോക്ക്ഹാം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കണക്കുപ്രകാരം ലോകത്തിലെ മറ്റേത് രാജ്യത്തെക്കാളും വലിയ സൈനിക ചെലവുള്ള രാജ്യമാണ് US. 2024 കണക്ക് പ്രകാരം ലോക സൈനിക ചെലവിന്റെ 35.50% US-ന്റേതാണ്. ഉപരോധവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം ഇറാന്റെ സൈനിക ചെലവ് വളരെ കുറവാണ്. 2024 $7.9 ബില്യൺ ഇറാന്റെ സൈനിക ചെലവായി SIPRI പ്രതീക്ഷിക്കുന്നത്. ചെലവിലെ ഈ വ്യത്യാസം തന്നെ സൈന്യത്തിന്റെ ആധുനിക വൽക്കരണത്തിനും സാങ്കേതിക വിദ്യയിലും പരിശീലനത്തിനും ലോജിസ്റ്റിക്സിലും ഉള്ള US-ന്റെ മേൽക്കൈ എടുത്തു കാട്ടുന്നുമുണ്ട്. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. വിമാനങ്ങൾ, ബലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ നേരിടാൻ ഈജിസ് റഡാറും സ്റ്റാൻഡേർഡ് മിസൈലുകളും കപ്പലിലുണ്ട്. ഭീഷണികളെ തടയാനുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, കപ്പലിനടുത്ത് എത്തുന്നതിനു മുൻപ് ഭീഷണികളെ തകർക്കാനുള്ള വ്യോമസേന എന്നിവയും USS എബ്രഹാം ലിങ്കന്റെ പ്രത്യേകതയാണ്. എന്തായാലും മിസൈലുകളും ഡ്രോണും പിന്നെ ഷാഹിദ് ബാഗേരിയുമൊക്കെ അടങ്ങുന്ന ഇറാന്റെ പ്രതിരോധത്തിൽ US സൈന്യം പിടിച്ചു നിൽക്കുമോ എന്നതാണ് ഇവിടെ പ്രധാന ചോദ്യം.